ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇന്ന് നമ്മൾ പുത്തൻ പാട്ട് പഠിക്കണോ അതോ ആക്ഷൻ പഴയത് തന്നെ കളിച്ചാൽ മതിയോ? പഴയ ആക്ഷൻ കളിക്കാൻ റെഡിയാണോ നിങ്ങൾ എല്ലാവരും? ഓക്കെ, ചൂടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്ന് എണീച്ചാട്ടെ. നമ്മുടെ പഴയ പാട്ടുകൾ പെട്ടെന്ന് നമ്മൾ ആക്ഷൻ കളിച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ മടങ്ങുന്നതായിരിക്കും. അടിച്ചെന്നെ നിർത്താൻ നോക്കേണ്ട, റോബോട്ട് പോലുള്ള ലൈഫ് ഒട്ടും വേണ്ട 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 വേണ്ട. വീണിട്ടും ഗെയിമിട്ടും റീലിട്ടും കൊണ്ട് ലോക്കാക്കാനുള്ള വ്യാമോഹവും വേണ്ട 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 വേണ്ട. അടിച്ചെന്നെ നിർത്താൻ നോക്കേണ്ട, റോബോട്ട് പോലുള്ള ലൈഫ് ഒട്ടും വേണ്ട. സ്ക്രീനിട്ടും ഗെയിമിട്ടും റീലിട്ടും കൊണ്ട് ലോക്കാക്കാനുള്ള വ്യാമോഹവും വേണ്ട. വേറെ പറക്കും പറവകൾ പോലെ യേശുവിൻ കൂടെ നടന്നിടും ഞങ്ങൾ. എത്തിയിടാനുള്ള വിദ്യകളെല്ലാം യേശുവിൻ കൂടെ അൺലോക്കാക്കും ഞങ്ങൾ. സിസ്റ്റം അൺലോക്ക്, സിസ്റ്റം അൺലോക്ക്, സിസ്റ്റം അൺലോക്ക് with J9. System unlock, system unlock, system unlock with J9. ലൈഫിന്റെ യാത്രയിൽ സ്റ്റക്കായിട്ടുണ്ടോ? യേശുവാം വാതിലിൽ മുട്ടി വീഴിക്കാം. ഓടിച്ചെല്ലാൻ ഒരിടമില്ലെന്നാണോ? ആർക്കും വന്നിടാമേ വിശ്വാസത്തോടെ. ലൈഫിന്റെ യാത്രയിൽ സ്റ്റക്കായിട്ടുണ്ടോ? യേശുവാം വാതിലിൽ മുട്ടി വീഴിക്കാം. ഓടിച്ചെല്ലാൻ ഒരിടമില്ലെന്നാണോ? ആർക്കും വന്നിടാമേ വിശ്വാസത്തോടെ. ധൈര്യത്തോടെ സാക്ഷിയായിടാം നമ്മെ നിത്യതയോളം നടത്തിയിടും യേശു. ധൈര്യത്തോടെ സാക്ഷിയായിടാം നമ്മെ നിത്യതയോളം നടത്തിയിടും യേശു. സിസ്റ്റം അൺലോക്ക്, സിസ്റ്റം അൺലോക്ക്, സിസ്റ്റം അൺലോക്ക് with J9. 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 അടുത്ത നമ്മുടെ പാട്ട് ഏതായിരുന്നു? ഒരു നാളാണോ ഫസ്റ്റ് ഡേ പഠിച്ചേ? ജീവിതവാതിൽ തുറന്നു നൽകും, പാസ്വേഡ് നൽകാമോ? ബൈബിളിലുണ്ടാ തേടിയ പാസ്വേഡ് JSUS. ലൈഫിന്റെ വാതിൽ അൺലോക്ക് ചെയ്യാൻ JSUS. ബൈബിളിലുണ്ടാ തേടിയ പാസ്വേഡ് JSUS. ലൈഫിന്റെ വാതിൽ അൺലോക്ക് ചെയ്യാൻ JSUS. യേശുവാകുന്ന ഒരു വാതിൽ തുറന്നാൽ കിട്ടും ബാന്യുലായി, കിട്ടും ബാന്യുലായി. യേശുവാകുന്ന ഒരു വാതിൽ തുറന്നാൽ കിട്ടും ബാന്യുലായി, കിട്ടും ബാന്യുലായി. അതിനുശേഷം നമ്മൾ ഏത് പാട്ടായിരുന്നു പഠിച്ചേ? ഒരു നാൾ. ആ ഉച്ചത്തേക്ക് പറഞ്ഞാട്ട് ഏത് പാട്ടായിരുന്നു? കാട്ടിലൊരു ഉത്സവമേളം കരുത്തനായെന്നറിയാനാ. ഒരു നാൾ
കാട്ടിലൊരു ഉത്സവമേളം കരുത്തനായെന്നറിയാന ആടിളക്കി വരുന്നുണ്ടേ കുട്ടിക്കൊമ്പൻ അലറിയാത്തു വരുന്നുണ്ടേ സിംഹഗാനം കാടിളക്കി വരുന്നുണ്ടേ കുട്ടിക്കൊമ്പൻ അലറിയാത്തു വരുന്നുണ്ടേ സിംഹഗാനം ഒട്ടകമെത്തി മുയലത്തി കീരി വിരിക്കും മയിലത്തി ഒട്ടകമെത്തി മുയലത്തി കീരി വിരിക്കും മയിലത്തി കാകക്കഴുകൻ കരടിക്കുട്ടൻ കലമാനം കാകക്കഴുകൻ കരടിക്കുട്ടൻ കലമാനം ആ വലിയവർ ചെറിയവർ വന്നെത്തി ആ വലിയവർ ചെറിയവർ വന്നെത്തി പറയൂ പറയൂ കാട്ടുകയവൻ ചൊല്ലു ചൊല്ലു നാട്ടുകരുത്തൻ പറയൂ പറയൂ കാട്ടുകയവൻ ചൊല്ലു ചൊല്ലു നാട്ടുകരുത്തൻ ആടാനും പാടാനും കഴിവുകളേറെ വലിയവനും ചെറിയവനും ഞങ്ങളില്ലേ ആടാനും പാടാനും കഴിവുകളേറെ വലിയവൻ അതല്ലേ നമ്മൾ ആദ്യമേ കളിച്ചത്. അതിനുശേഷം നമ്മളൊരു ഓറമ്പ് കളിച്ചില്ലായിരുന്നോ? അതെങ്ങനെയായിരുന്നു? നല്ല ശബ്ദത്തിൽ ക്ലാപ്പ് ചെയ്ത് പാടിയായിട്ട് റെഡി 1 2 3 സ്റ്റാർട്ട്. നടന്നു നടന്നു തളർന്നു വന്നു എലിയ പ്രവാചകൻ പിറകു പെറുക്കി പെറുക്കിയെത്തി സാരാഫത്തിലെ വിധവയും നടന്നു നടന്നു തളർന്നു വന്നു എലിയ പ്രവാചകൻ പിറകു പെറുക്കി പെറുക്കിയെത്തി സാരാഫത്തിലെ വിധവയും ഓരം പോരം 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 ോടൊപ്പം നൽകൂ ദൈവം നിന്നെ അനുഗ്രഹിക്കും ചൊല്ലിയ പ്രവാചകൻ എന്നയും അവൻ തീർന്നു എങ്കിലും ദൈവനാമത്തിൽ അപ്പം ഞങ്ങൾ നൽകിട ചൊല്ലിയ വിധവയും വിശപ്പിനോടൊപ്പം നൽകൂ ദൈവം നിന്നെ അനുഗ്രഹിക്കും ചൊല്ലിയ പ്രവാചകൻ എന്നയും അവൻ തീർന്നു എങ്കിലും ദൈവനാമത്തിൽ അപ്പം ഞങ്ങൾ നൽകിട ചൊല്ലിയ വിധവയും പോരം 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 വചനം അനുസരിച്ചു അത്ഭുതം കണ്ണാലെ കണ്ടു വചനം അനുസരിച്ചു അത്ഭുതം കണ്ണാലെ കണ്ടു അമ്മയും മകനും വന്ന്
കരുതൽ കണ്ടു. അമ്മയും മകനും വന്ന് ദൈവത്തിൻ കരുതൽ കണ്ടു. പോരം 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 ആ ഒറ്റ ആക്ഷനുള്ള കളിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ പാട്ടിലേക്ക് പോകാം. ബാക്കിലിരിക്കുന്ന കൂട്ടുകാരൻ അടുത്തിട്ടിരുന്നാണോ അതോ അടുത്തോ? അങ്ങനെ പറയരുത്. സാറിനെ നോക്കി എല്ലാവരും ഒന്ന് വീഴ്ചാട്ടെ. നമ്മൾ ലാസ്റ്റ് ഈ ഒരു ആക്ഷനോടെ കളിച്ചിട്ട് പുത്തനൊരു പാട്ടിലോട്ട് പോകുന്നതായിരിക്കും. പാട്ട് ഏതായിരുന്നു നമ്മൾ അവസാനമായിട്ട് കളിച്ചേ? ദാഹം വന്നിട്ട് ബേജാറായിട്ട്. ഒന്ന് പാടിയാട്ടെ. 1 2 3 സ്റ്റാർട്ട്. ദാഹം വന്നിട്ട് ശബ്ദത്തിൽ ദാഹം വന്നിട്ട് കുടവുമെടുത്തു കിണറിൻ കരയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആക്ഷൻ കളിക്കാം. ദാഹം വന്നിട്ട് ബേജാറായിട്ട്, ദാഹം വന്നിട്ട് ബേജാറായിട്ട് കുടവുമെടുത്ത് കിണറിൻ കരയിൽ വന്നൊരു മുഞ്ചത്തി ശമര്യാക്കാരത്തി. കിണറിന്റെ കരയിലിരുന്ന് അവളോടായി ചൊല്ലി യേശു, ഞാൻ നൽകും ജീവജലത്തെ ഒരുവൻ കുടിച്ചെന്നാൽ ദാഹിച്ചിടില്ല, ദാഹിച്ചിടില്ല. കിണറിന്റെ കരയിലിരുന്ന് അവളോടായി ചൊല്ലി യേശു, ഞാൻ നൽകും ജീവജലത്തെ ഒരുവൻ കുടിച്ചെന്നാൽ ദാഹിച്ചിടില്ല, ദാഹിച്ചിടില്ല. ദാഹം വന്നിട്ട് ബേജാറായിട്ട്, ദാഹം വന്നിട്ട് ബേജാറായിട്ട് കുടവുമെടുത്ത് കിണറിൻ കരയിൽ വന്നൊരു മുഞ്ചത്തി ശമര്യാക്കാരത്തി. കൽവിലിരിക്കും രഹസ്യങ്ങൾ തൻ ചുരുളഴിക്കും മഷിഹയെ കണ്ടവൾ പട്ടണമാകെ ചുറ്റി നടന്ന് രക്ഷകനീശുവെ ഘോഷിച്ചു. കൽവിലിരിക്കും രഹസ്യങ്ങൾ തൻ ചുരുളഴിക്കും മഷിഹയെ കണ്ടവൾ പട്ടണമാകെ ചുറ്റി നടന്ന് രക്ഷകനീശുവെ ഘോഷിച്ചു. വന്നോളൂ നാളോരെ കണ്ടോളൂ മഷിഹായെ, വന്നോളൂ നാളോരെ കണ്ടോളൂ മഷിഹായെ. ജീവജലത്തിനുറവാകും യേശുവെ സാക്ഷിക്കൂ, യേശുവെ സാക്ഷിക്കൂ. ദാഹം വന്നിട്ട് ബേജാറായിട്ട്, ദാഹം വന്നിട്ട് ബേജാറായിട്ട് കുടവുമെടുത്ത് കിണറിൻ കരയിൽ വന്നൊരു മുഞ്ചത്തി ശമര്യാക്കാരത്തി. ഇനി നമ്മളൊരു പുത്തൻ പാട്ട് പഠിക്കാൻ വേണ്ടി പോവാ. നമ്മൾ ആക്ഷൻ പെട്ടെന്ന് തന്നെ പഠിക്കും. പക്ഷേങ്കിൽ അതിന് മുമ്പ് എനിക്കൊരു ഹെൽപ്പ് വേണം. ഏറ്റവും ബാക്കിൽ ഗേൾസിൻ്റെ സൈഡിൽ ആ ഗ്രീൻ ഒന്ന് എണീക്കാമോ? ആ തിരിഞ്ഞ് നോക്കണ്ട. ഗ്രീൻ ഗ്രീൻ യാ. ആ 2 കൈയും പൊക്കി എണീച്ചോ. അങ്ങി വന്നേ. നല്ലൊരു ക്ലാപ്പ് ആ ചേച്ചിക്ക് നൽകിയാട്ടെ. ഞാൻ നോക്കുമ്പോഴത്തേനുണ്ടല്ലോ എത്ര മനോഹരമായിട്ടാണെന്നറിയാം ചേച്ചി അവിടെ നിന്ന് എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ ചേച്ചിക്ക് നമുക്ക് സ്റ്റേജിൽ ഇരുത്തി നമുക്ക് വീക്ഷിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ പ്രിയ കൂട്ടുകാരി ഫസ്റ്റ് ടൈം ആണെങ്കിലും ആക്ഷൻ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കാൻ വേണ്ടിയും കളിക്കാൻ വേണ്ടിയും പോകുന്നത്. പെട്ടെന്ന് വന്നിട്ട് നല്ലൊരു ക്ലാപ്പ് പ്രിയ കൂട്ടുകാരിക്ക് നൽകിയാട്ടെ. ഒരാളെ ചതിക്കുഴിയിലോട്ട് വിടുമ്പോ തന്നെ എന്തൊരു സന്തോഷം എല്ലാത്തിനും അല്ലേ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. ആക്ഷൻ കളിക്കുന്നതിന് വിരോധമില്ലല്ലോ. ഓക്കെ, നമുക്ക് ഒരു പാട്ട് പെട്ടെന്ന് പഠിക്കാം. എല്ലാവരും ഒന്ന് ചാടി എണീച്ചാട്ടെ. എല്ലാവരും എണീച്ചോ? സിമ്പിളാ. ഈ ആക്ഷൻ കളിക്കുമ്പോഴത്തേനും നിങ്ങളുണ്ടല്ലോ അവസാനം എൻ്റെ ദൈവമേ ഈ വയറിനൊക്കെ വേദന എടുക്കുന്നത് പറയും. കണ്ടോണം. ഇത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി കളിച്ചോളൂ. ഓക്കെ, ഞങ്ങൾ നോക്കുക. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ഈ ആക്ഷൻ കളിക്കുകയാണ്.
ടീംസിലെ ചേട്ടന്മാരെ വിളിക്കുമ്പോൾ കൊച്ചു ചേട്ടന്മാരെ ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവരും ചാടി എഴുതാട്ടെ, ചാടി എഴുന്നേറ്റാട്ടെ കൂട്ടുകാരെ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ആക്ഷൻ കളിക്കാൻ വേണ്ടി പോവാ. ഇവിടെ നിന്ന് കളിക്കുന്നു, ഇവിടെ നിന്ന് കളിച്ചോളൂ അല്ലേ? എങ്ങനെ കളിക്കുന്നു? ഇങ്ങനെ കളിക്കുവോ? ആക്ഷൻ കളിക്കോ? നല്ലൊരു ക്ലാപ്പ് പ്രിയ കൂട്ടുകാർക്ക് നൽകിയാട്ടെ. ആ കൂട്ടുകാരി നമ്മൾ വിളിച്ചപ്പോൾ തന്നെ മുൻപോട്ട് വന്നു, നമ്മളോട് ആക്ഷൻ കളിച്ചു. ൂട്ടി
കൂട്ടിനാരുണ്ട് അണ്ണപ്പകിട്ടുള്ള ചിറക് നൽകിയത് ആരാന്ന് ചോദിച്ചപ്പോഴത്തേന് എന്താ പറഞ്ഞേ? ആര് നൽകിയെന്നാ പറഞ്ഞേ? തന്നെ മനസ്സിൽ നിന്നാണോ പറഞ്ഞേ? അല്ല, അത് ദൈവമാണ് നൽകിയതെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾ ഈ പാടശേഖരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? പാടം കണ്ടിട്ടുണ്ടോ? എന്റെ അടുത്ത സുഹൃത്തിന്റെ വീടുണ്ടല്ലോ, ഈ പാടത്തിന്റെ ഒക്കെ ഒത്ത നടുക്ക. അതായത് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജങ്കാറയിലൊക്കെ കയറി, അല്ലെങ്കിൽ ചെറിയൊരു വള്ളമുണ്ട്, ആ വള്ളത്തെ കയറി ഇങ്ങനെ തുടങ്ങി വേണം അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. കൂട്ടുകാരെ, നിങ്ങൾ ഇപ്പൊ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുടയണ്ട, എന്നെ ഒന്ന് നോക്കിയാട്ടെ. തുടങ്ങി വേണം എന്ത് ചെയ്യാൻ വേണ്ടി? പാടശേഖരത്തുള്ള എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ വീട്ടിൽ പോകാൻ വേണ്ടി. അവിടെ ഉണ്ടല്ലോ വളരെ മനോഹരമായ തെങ്ങില് ഈ തൂക്കണാങ്കുരുവികളൊക്കെ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് തൂക്കണാങ്കുരുവി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുരുവിയുടെ ഒരു വേറൊരു വകഭേദമാണ്. അത് നല്ല മനോഹരമായിട്ടാണ് അതിന്റെ കൂടുകളൊക്കെ വെച്ചിരിക്കുന്നത്. ഈ പാടശേഖരത്തിന്റെ ഭാഗത്താകുമ്പോഴത്തേനുണ്ടല്ലോ കാറ്റൊക്കെ നന്നായിട്ട് വരും. എന്ത് വരും? കാറ്റൊക്കെ നന്നായിട്ട് വന്നടിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഈ കാറ്റൊക്കെ വന്നാലും ഈ കൂടിങ്ങനെ കിടന്നിങ്ങനെ ആടുന്നതല്ലാതെ, ഇങ്ങനെ കിടന്ന് ആടുന്നതല്ലാതെ ആ കുരുവിക്കോ ആ കൂടിനോ ഒന്നും പറ്റാറില്ല. അപ്പൊ കുരുവി വളരെ സന്തോഷത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കാറ്റ് വന്നാലും ഈ മഴ വന്നാലും എന്റെ കൂട്ടത്തിൽ ആരുണ്ട്? കർത്താവുണ്ട്, ദൈവമുണ്ടെന്ന് ആ കുരുവി പറഞ്ഞു. ആ കുരുവിക്ക് അങ്ങനെ പറയാവുമെങ്കിൽ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് അപ്പയുണ്ടെങ്കിലും അമ്മയുണ്ടെങ്കിലും ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ മാതാപിതാക്കൾ വഴിയാണെങ്കിലും അതിലുപരിയായി കൂട്ടുകാരി കർത്താവ് പക്ഷെ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ എപ്പോഴും ആയിരിക്കുന്നത്. നമ്മളെല്ലാവരെയും ആര് സ്നേഹിക്കുന്നു എന്നറിയാമോ? ആരാ സ്നേഹിക്കുന്നതെന്നൊക്കെ അറിയാമോ? ഞാനൊക്കെ എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും, എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും, എൻ്റെ അപ്പയും എൻ്റെ അമ്മയും എന്നെ എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, കർത്താവ് സ്നേഹിക്കുന്നതിന് അത്ര ഒന്നും ആകത്തില്ല കൂട്ടുകാരെ. എന്തൊക്കെയൊക്കെ ഒരു ചെറിയ പ്രതിസന്ധി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, കർത്താവ് മാത്രമേ അവസാനം കാണത്തുള്ളൂ. എന്താ തോളയിലൊന്ന് തട്ടിക്ക്. ഞാൻ ഒറ്റയ്ക്കായിരുന്നാലും, തോളെ തട്ടിട്ട് പറഞ്ഞാലും, ഞാൻ ഒറ്റയ്ക്കായിരുന്നാലും, ഞാൻ ഒറ്റപ്പെട്ടു പോയാലും, ഏത് പ്രതിസന്ധി വന്നാലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഒന്ന് പറഞ്ഞേ, ഒന്ന് തോളി തട്ടിട്ടൊന്ന് പറഞ്ഞേ. ഞാൻ ഒറ്റയ്ക്കായിരുന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ആര് കൂടെ ഉണ്ട്? കർത്താവ് കൂടെയുണ്ട്. ആര് കൂടെ ഉണ്ട്? കർത്താവ് കൂടെയുണ്ട്. നമ്മുടെ പാസ്വേഡിന്റെ കീ ഏതായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതായിരുന്നു ആ പാസ്വേഡിന്റെ കീ? ഏതായിരുന്നു ആ പാസ്വേഡിന്റെ കീ? JESUS. കൂടെ ഉള്ളത് കൊണ്ടാണ് ആ കുരുവിക്ക് പോലും വളരെ സന്തോഷത്തോടെ പ്രതിസന്ധിയുടെ നടുവിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അധ്യാപകർ പെട്ടെന്ന് മുൻപോട്ട് വരുന്നതായിരിക്കും, അവർ ആക്ഷൻ നമ്മളോട് കളിക്കുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ കൊച്ചു കൂട്ടുകാരും ആക്ഷൻ നമ്മളോടൊപ്പം കളിക്കുന്നതായിരിക്കും. അധ്യാപകർ പെട്ടെന്ന് വന്നാട്ടെ. അതിനുശേഷമായിട്ട് നിങ്ങൾക്ക്
ടീച്ചേഴ്സ് ലെസൺ ഉണ്ടായിരിക്കുന്നതാണ്. അതാത് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അധ്യാപകരെല്ലാം പെട്ടെന്ന് വന്നാട്ടെ. ഇതിന് മുൻപ് തന്നെ ട്രാക്കൊക്കെ ഒന്ന് ശരിയാക്കി ആ ബോഗിയൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതാത് സ്ഥാനത്ത് കൊണ്ട് നിർത്തും അല്ലേ. അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, അതിനൊരു എൻഡിങ് പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, അതിനൊരു എൻഡിങ് പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ക്വാളിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ട്രെയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മുടെ അധ്യാപകർക്ക് നല്ലൊരു ക്ലാസ് ആദ്യമേ നൽകിയാട്ടെ. അവര് മുൻപോട്ട് വരാൻ വേണ്ടി കാണിച്ച മനസ്സിന് നന്ദി. അതോടൊപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാടി എണീച്ചാട്ടെ. വളരെ ചൂട് എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ആക്ഷൻ പഠിക്കുന്നില്ല, നമ്മൾ കളിക്കാൻ വേണ്ടി പോവാണ്. എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? നമ്മൾ ഒരുമിച്ച് കളിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടീംസിലെ പ്ലേ കൂട്ടുകാരെ എല്ലാവരും ചാടി എണീച്ചാട്ടെ. എല്ലാ കൂട്ടുകാരും ആരും താടിയിരിക്കണ്ട, കസേരയിലിരിക്കണ്ട, എല്ലാവരും ചാടി എണീച്ചാട്ടെ. അതിന്റെ വരി എങ്ങനെയായിരുന്നു? ചിന്നവാലൻ കുരുവി ചിന്നവാലൻ കുരുവി വർണ്ണപ്പകിട്ടുള്ള ചിറക് നൽകിയതാര്, വർണ്ണപ്പകിട്ടുള്ള ചിറക് നൽകിയതാര്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാം. 1 2 3 സ്റ്റാർട്ട്. നമ്മുടെ അധ്യാപകർക്ക് നല്ലൊരു ക്ലാപ്പ് നൽകിയാട്ടെ. ഓക്കെ, കടന്നു വന്ന എല്ലാ ടീച്ചേഴ്സിനും നന്ദിയുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം.